അതേ പറഞ്ഞാണ് കളി നടക്കുന്നത് ചിന്നസ്വാമിയിലല്ലെങ്കിൽ RCB പുപ്പുലിയാവും എന്നുള്ളത്. അപ്പം നിങ്ങൾക്ക് അത് പറ്റൂലായിരുന്നു. അപ്പം എന്തായി 9 വിക്കറ്റിനാണ്, ചെറിയ തോൽവിയല്ല. നിങ്ങളെ ഗ്രൗണ്ടിൽ 9 വിക്കറ്റിന് തോറ്റി. ഇനി ഈ ടീം എടുക്കാണ്ട രാജസ്ഥാൻ റോയൽസ് ഇല്ലാന്നാ ഇപ്പം എല്ലാവരും പറഞ്ഞത്. ഇതിപ്പോ ഞങ്ങളെ സഞ്ജു മാത്രം വിചാരിച്ചാ പോരല്ലോ. സഞ്ജുവിന് വിചാരിച്ചിട്ട് ചെല്ലുന്നത് ബാറ്റിംഗ് അല്ലേ, ക്യാപ്റ്റൻസി അടിപൊളി ഫീൽഡ് സെറ്റിങ്ങും ബോളിംഗ് ബൗളേഴ്സിനെ റൊട്ടേറ്റ് ഒക്കെ ചെയ്ത് നോക്കി. ഒരു വിക്കറ്റ് അല്ല ക്യാച്ച് വിടില്ലേ, നേരത്തെ ക്യാച്ച് വിടും. എന്നിപ്പോ സഞ്ജുവിനോട് പോയിക്കാണ് ക്യാച്ച് പറഞ്ഞു കൊടുക്കാൻ പറ്റും. ഇപ്പൊ ഞങ്ങളും കുറെ ക്യാച്ച് ഒക്കെ വിട്ടല്ലോ. എന്നിട്ട് ഞങ്ങൾ ചോദിച്ചാ നിങ്ങൾക്ക് ചേസ് ചെയ്യാൻ മുമ്പിൽ ഒരു സ്കോർ ഇല്ല, അതുകൊണ്ടല്ലാണ് ചേസ് ചെയ്തത്. പവർ പ്ലേയിൽ നിങ്ങൾ 40, ഞങ്ങൾ 60. അതിന് നിങ്ങൾ തോറ്റ്. ഞങ്ങളെ സഞ്ജും ജയ്സ്വാളും കൂടി അല്ലേ പവർ പ്ലേ കളിച്ച്. എന്നിട്ട് എന്തുണ്ടായത്? നിങ്ങളെ കൊണ്ട് സഞ്ജുവിന് ഇന്നലെ എന്തോ ആ പിച്ച് കുറച്ച് സ്ലോ ആയതുകൊണ്ട് അടിച്ചിട്ടാണ് കിട്ടിയൊന്നുമില്ല. ഒരു കളി ഫോമായി അടുത്ത കളി ഫോം ഉണ്ട്, അത് തുടരുന്നു. പക്ഷെ ഞങ്ങള് മാനം കത്താണ് ജയ്സ്വാൾ ഉണ്ടല്ലോ, നന്നായിട്ട് ബാറ്റ് ചെയ്തില്ല. മാനം കാത്താണ് ഒമ്പയ്ക്കുന്ന തോറ്റത്. ബാക്കിയുള്ള ഞങ്ങളെ എത്മയർ ശരിക്കും ഫോം ആയില്ല. ഇല്ലെങ്കിൽ നിങ്ങൾക്കൊന്ന് ചേസ് ചെയ്യാൻ പരാഗൊക്കെ അടിച്ച് ഭയങ്കര റണ്ണായല്ലോ അല്ലെ. 173 റൺ അടിച്ചിട്ട് അത് നിങ്ങൾക്ക് കുഴപ്പമില്ല. 36 റൺ ഞങ്ങളെ ഫീൽഡേഴ്സ് മൊത്തത്തില് സഞ്ജുവിനെതിരേനു. അതാണ് പിന്നെ ക്യാച്ച് വിടില്ല, നേരത്തെ ക്യാച്ച് വിട. എന്താ ചെയ്യാ? സഞ്ജു പാവം, ബാക്കി എല്ലാരും കൂടി ഓനെ ചതിച്ചു. അതാണ് മനസ്സിലായത്. വേറൊന്നും മനസ്സിലാവണില്ല. ഫിൽസാൾട്ട് അടിച്ചു കഴിഞ്ഞാല് പിന്നെ ഒന്നും നോക്കാനില്ല, ഞങ്ങൾ ജയിക്കും. പിന്നെ പഠിക്കലിന് എല്ലാവരും കൂടി ഒരു കളിയാക്കലായിരുന്നു. ഇപ്പൊ പഠിക്കൽ എന്താ നിങ്ങൾ കണ്ടല്ലോ. പിന്നെ 150 T20 ഞങ്ങളെ കിങ് തേച്ചിട്ടുള്ളത്. അപ്പൊ ഈ ടീമിനെ തോൽപ്പിച്ചാല് ഞാൻ ആരെ കൊണ്ടും ആവൂല.